സോ ഗൈസ് നമുക്ക് ഇന്ന് കുറച്ച് എന്താ പറയുക ബീഫ് ഷവർമ ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചായിരുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി കുബൂസ് തപ്പി പോയി ഒരു സ്ഥലത്തും കുബൂസ് ഇട്ടില്ല. പിന്നെ കിട്ടിയത് കുറച്ച് ബണ്ണാണ്. സോ വൈ നോട്ട് മേക്ക് എ സിമ്പിൾ ബീഫ് ബർഗർ. ഇനി കുറച്ച് ബർഗേഴ്സ് ബീഫ് കുറച്ച് ബാക്കിയുണ്ട്. സോ അത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ബീഫ് ബർഗർ ഉണ്ടാക്കാം. ബീഫ് ബർഗർ ഉണ്ടാക്കാം. നമുക്ക് ഇത്രത്തോളം ബീഫ് ഉണ്ട്. നമ്മളിത് മൊത്തം ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് ബീഫ് ബർഗറിൻ്റെ സ്റ്റെപ്സിലോട്ട് കിടക്കാം. നമ്മളങ്ങനെ ബീഫിനകത്തിട്ടേക്കാണ് ഗൈസ്. നമുക്ക് ഇനി എടുത്ത് ഇതിലോട്ട് കണക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഗ്രൈൻഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, വയർ പ്ലഗ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്യാം ഗൈസ്. ഇങ്ങനെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കുറച്ച് ബീഫ് ഇട്ടിട്ടുണ്ട്. ചോപ്പ് ചെയ്ത് നോക്കാം ഗൈസ്. അയ്യോ, എന്നാൽ കറക്റ്റായിട്ട് ലോക്കായിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ കൈ വെച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് റിസൾട്ട് കാണിച്ചു തരാം ഗൈസ്. നമുക്ക് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ചിങ് എന്ന് കളിക്കാം. ഐ തിങ്ക് സംഭവം ഏകദേശം ചോപ്പിടെ അത്യാവശ്യം നല്ലോണം മിൻസ്ഡ് പോലെ ആയിട്ടുണ്ട്. ഗിയർ ലെവൽ മതി ഗൈസ്. എനിവേ നമ്മളിനി ഓഫാക്കാം എന്നായിരിക്കും നല്ലത്. നമ്മുടെ ബീഫ് അത്യാവശ്യം നല്ല കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് ചോപ്പ് അത്യാവശ്യം നല്ലോണം ചോപ്പ് നല്ലോണം മിൻസ്ഡ് ഒരു ഇതിൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തായാലും ഇനി കുറച്ചൊരു ഐ തിങ്ക് 2 ഉള്ളിയും കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ മെയിൻ പരിപാടി കഴിഞ്ഞു. പിന്നെ ബണ്ണും ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത് കുറച്ച് മയോണൈസും ടൊമാറ്റോ സോസും കുറച്ച് ബീഫും കുറച്ച് വെള്ളം കൂടി സ്പ്രെഡ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിയും കൂടി പൊളിച്ചേക്കാം. ഇങ്ങനെ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ ഇങ്ങനെ അത് ഫ്രൈ ചെയ്യും ഗൈസ്. നല്ലോണം ചൂടാക്കുക. നല്ലോണം ചൂടാക്കിയിട്ട് ഞാൻ വരാം ഗൈസ്. ജസ്റ്റ് നല്ലോണം ചൂടാവട്ടെ. ഇനി നമ്മൾ ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തിടാൻ പോകണം ഗൈസ്. നമുക്ക് ചോപ്പ് ചെയ്യാം ഗൈസ്. നമ്മൾ ഉള്ളി നല്ലോണം ചോപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആകെ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ തിങ്സ് ആണ് ഗൈസ്. നമ്മൾ 2 ബൺ ഇങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഉള്ളി കൊണ്ട് ചോപ്ഡ് ഓണിയൻ ഉണ്ട്, ബീഫുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല ഗൈസ്, ടൊമാറ്റോ ജ്യൂസ് ആൻഡ് മയോണൈസ്. നമുക്കിനി എല്ലാം കൂടി മിക്സ് ആയിട്ട് സാധനം സെറ്റ് ചെയ്യാം ഗൈസ്. സെറ്റ് ചെയ്യാം. പൊട്ടിട്ടില്ല ഗൈസ്, പൊട്ടിട്ട്. ഓക്കെ, ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട് തരാം. നമ്മൾ 2 ബണ്ണ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 ബണ്ണിൽ ഒന്നെടുക്കുക. കുറച്ച് ബീഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബീഫ് വേണ്ട. നമുക്ക് ഫസ്റ്റ് കുറച്ച് മയോണൈസ് വേണം ഗൈസ്. മയോണൈസിൻ്റെ കാര്യങ്ങളാണ്. കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ബീഫ് എടുക്കുക. കുറച്ച് നൈസ് ബീഫ് എടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക. മിൻസ്ഡ് ബീഫ്. ആഹാ, ബീഫ് എടുത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഓണിയൻ എടുത്തിടണം. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സംഭവം കിട്ടും. ഒരു ബണ്ണെടുക്കുക, ഇങ്ങനെ പ്രസ് ചെയ്യുക.
കഴിക്കുന്ന വീഡിയോ ഞാൻ വേറൊരാൾക്കുള്ള ഗൈസ് ഞാൻ കൊടുത്തിട്ട് വരാം. എനിക്ക് നമുക്ക് ബാക്കി സെറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫൈനൽ ടേസ്റ്റ് കൊണ്ട് പറയാം ഗൈസ്. ഗൈസ് അങ്ങനെ ഇന്ന് രാത്രി ബർഗർ ഉണ്ടാക്കിയിട്ട് പിന്നെ എനിക്ക് ടേസ്റ്റ് സമയം കിട്ടിയില്ല ഗൈസ്, ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ ഞാൻ രാവിലത്തേക്ക് അതേ സാധനം കൊണ്ട് റിപ്പീറ്റ് അടിച്ചിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ ബാക്കി വന്ന ബീഫും കാര്യമെല്ലാം ഇനിയും ഒരെണ്ണം കൂടി ഉണ്ടാക്കാനുള്ളൊരു ബീഫ് ബാക്കിയുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് 3 ബർഗറുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്, ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. ബണ്ണ് കുറച്ചും കൂടി സോഫ്റ്റ് നല്ല രസമുണ്ടാകും, പിന്നെ കുറച്ച് ഹാർഡാ. അത് കഴിച്ചെനിക്ക് ഞാൻ വീഡിയോ ജസ്റ്റ് ചെക്ക് ഇതൊന്നും കാണില്ല, അതുകൊണ്ടൊന്നും കൂടി ചെറിയ ഷോർട്ട് എടുത്തേ. ഓക്കെ ബൈ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ബണ്ണ് കഴിച്ച് അവസാനിപ്പിക്കുന്നു. ബണ്ണല്ല, ബീഫ് വീട്ടിലുണ്ടാക്കിയ ബർഗർ കഴിച്ച് അവസാനിക്കുന്നു.